പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായി നിരവധി പരീക്ഷണങ്ങൾ തുടരുകയാണ് ഇന്ത്യ. ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതിയതാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷണം. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് പിനാക്ക ദീർഘദൂര റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് പരീക്ഷിച്ചത്. 120 കിലോമീറ്റർ പരമാവധി റേഞ്ചുള്ള മിസൈലാണ് പിനാക്ക. പുരാണത്തിലെ പരമശിവന്റെ വില്ലിന്റെ പേരാണ് മിസൈലിന് നൽകിയിരിക്കുന്നത്. ലക്ഷ്യം കൃത്യമായി ഭേദിക്കുന്നതാണ് പേര് പോലെ പിനാക്ക ലോങ് റേഞ്ച് ഗൈഡ് റോക്കറ്റ്. കണക്കുകൂട്ടിയതുപോലെ പരീക്ഷണം 100% വിജയവുമായി. കൃത്യമായി റോക്കറ്റിനെ നിരീക്ഷിക്കുകയും ചെയ്തെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറിയുടെയും ഗവേഷണ കേന്ദ്രമായ ഇമാറാത്തിന്റെയും പിന്തുണയിൽ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയുമായി സഹകരിച്ച് ആർമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റാണ് പിനാക്ക റോക്കറ്റിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. പിനാക്ക ലോഞ്ചറിൽ നിന്ന് തന്നെയാണ് ഈ പുതിയ പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിക്ഷേപിച്ചത്. ഇതോടെ ഒരേ ലോഞ്ചിൽ നിന്ന് വ്യത്യസ്ത ശ്രേണികളിൽപ്പെട്ട പിനാക്ക റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ പ്രാപ്തിയും തെളിവായിരിക്കുകയാണ്. വിജയകരമായ പരീക്ഷണത്തിൽ DRDOയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദീർഘദൂര മിസൈലുകളുടെ വർധനവും ഡിസൈനിലെ മികവും ഇന്ത്യൻ സായുധ സേനയുടെ പ്രാപ്തി വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.